ഇന്നലെ രാത്രി പിടിച്ചൊരു കൊതിയാട്ടോ. എന്താ കൊതി എന്ന് വെച്ചാൽ ബീഫാണേ. ബീഫ് കറി വെച്ചിട്ട് കുറേ ആയിട്ടോ വീട്ടിൽ. അപ്പോൾ എന്തായാലും ഇന്ന് ബീഫ് കറി തന്നെ ആവാമെന്ന് വിചാരിച്ചു. ബീഫും വാങ്ങിച്ചു വന്ന വഴിക്ക് കുറച്ച് കടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ അല്ലേ, നല്ല സവാള വട കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒരു കൂടെ കട്ടൻ ചായ കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. സവാള വട വായിൽ വെച്ചപ്പോഴാട്ടോ ഒരു കാശിന് കൊള്ളൂല എന്ന് മനസ്സിലായത്. കാരണം മൈദപ്പൊടിയും കടലപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഈ സവാള വട ഉണ്ടാക്കി. എനിക്ക് മൈദപ്പൊടി മാത്രം വെച്ചിട്ടുണ്ടാക്കണ സവാള വട ഇഷ്ടം. അങ്ങനെ ഇതാ ബീഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് പെറുക്കി വെക്കുന്നുണ്ട്. ഇഞ്ചിയും സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. കൂടെ കട്ടൻ ചായ കൂടി കുടിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വെച്ച കട്ടൻ ചായ ഇതുവരെ കുടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കട്ടൻ ചായയും കുടിച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് ആ ബീഫൊക്കെ കഴുകി അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേളിലോട്ട് വെച്ചിട്ട് ഇതാ എല്ലാം കൂടി മിക്സിയിൽ തന്നെ കേട്ടോ ചതച്ചത്. എനിക്കിന്ന് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ചതച്ച് അതെല്ലാം കൂടി വാടി വന്നപ്പോൾ അതേ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഐന്യൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഐന്യൂസിനെ കൊണ്ടുണ്ട് വേപ്പിലേക്ക് ഇടിപ്പിച്ചത്. പിന്നെ ബീഫും തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം കേട്ടോ ഒഴിക്കുന്നത്. 2.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ചും കൂടി ചാറ് വേണമെന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഐന്യൂസ് ഇളക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ഞാൻ ആ ബീഫൊക്കെ മൂടി വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്, അതൊക്കെ കഴുകി അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിൻ്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. കുറച്ച് മസാലപ്പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് മസാല ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മൂടി വെച്ചൊന്ന് വീണ്ടും ഒന്ന് വേവിക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം വെച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ, സീ യു.